ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്ത ഇത്രയും പ്രഷ്യസായ അതിമഹത്തായ ഈ സമ്മാനത്തെ, പരിശുദ്ധാത്മാവാൻ ദൈവത്തെ നാം അവഗണിച്ച് കളയരുത്. എല്ലാവർക്കും ഗ്രേസ് ചാനലിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ള വിഷയമാണ്. ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നു എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ ദാനങ്ങളിലും വെച്ച് പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഏറ്റവും മികച്ചത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ വിശ്വസിക്കണം. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്തപ്പോൾ വിശ്വാസ ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കുവാൻ ഇടവന്നു. സർവശക്തനായ ദൈവം തൻ്റെ സാന്നിധ്യത്തെ നമുക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. നമ്മോട് കൂടിയിരിപ്പാൻ, നമ്മെ വഴി നടത്തുവാൻ, നമ്മെ ആശ്വസിപ്പിക്കുവാൻ, നമുക്ക് വേണ്ടി നിൽക്കുവാൻ, നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുവാൻ. ഏറെ പറയുന്നു, നമ്മിൽ വസിച്ച് തന്നോട് കൂടുതൽ അനുരൂപരാക്കി തീർക്കുവാനായി ദൈവം തൻ്റെ പരിശുദ്ധ ആത്മാവിനെ നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളോട് കൂടിയിരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. 26-ാം വാക്യം പറയുന്നു, പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങളെ സകല ഉപദേശിച്ചു തരികയും നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഈ പരിശുദ്ധാത്മാവാം ദൈവം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുകയും ഉപദേശിച്ച് നമ്മെ വഴി നടത്തുകയും ചെയ്യുമെന്ന്. ഹല്ലേലൂയ. വചനം പറയുന്നത് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ. ഹല്ലേലൂയ. കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ അർത്ഥമറിയാമല്ലോ. കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഒരാളാണ് കാര്യസ്ഥൻ എന്ന്. നമ്മെ ഉപദേശിക്കുക മാത്രമല്ല, നമ്മുടെ കാര്യങ്ങളൊക്കെയും ചുമതലക്കാരനായി നിന്നുകൊണ്ട് നമ്മെ സഹായിക്കുവാൻ, നമ്മോട് കൂടിയിരിക്കുവാൻ, നമ്മെ ആശ്വസിപ്പിക്കുവാൻ ശക്തനായ പരിശുദ്ധാത്മാവാം ദൈവത്തെ നമുക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്ത ഈ പരിശുദ്ധാത്മാവാം ദൈവത്തെ, ഹല്ലേലൂയ, എത്ര പേർ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കാറുണ്ട്? വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ കാര്യം, വിത്തൗട്ട് ഹോളി സ്പിരിറ്റ് വി കാൻ ലിവ് എ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്, ബട്ട് ഇൻ ദ ഹോളി സ്പിരിറ്റ് വി ഹാവ് എ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്. പ്രൈസ് ഗോഡ്. പരിശുദ്ധാത്മാവില്ലാതെ നമുക്കൊരു വിജയകരമായ, ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സാധിക്കില്ല. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം നമുക്ക് സാധ്യമാണ്. നിങ്ങൾ വിശ്വസിക്കുമോ എന്നറിയില്ല, ഞാൻ പറയുന്ന മെസ്സേജുകളൊക്കെയും പരിശുദ്ധാത്മാവിൽ നിന്ന് ഞാൻ കേട്ടെഴുതുന്നതാണ്. അത്രയും സെൻസിറ്റീവാണ്, ടാഞ്ചിബിളാണ് പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സാന്നിധ്യം. ഹല്ലേലൂയ. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ തികച്ചും അവഗണിക്കാൻ പറ്റാത്തതാണ് പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സാന്നിധ്യം. എന്നാൽ ഈ പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നാം അവഗണിച്ച് കളയാറുണ്ടോ എന്ന് ചിന്തിക്കുക. എൻ്റെ ചെറുപ്പകാലത്ത് പരിശുദ്ധാത്മാവാം ദൈവത്തെക്കുറിച്ച് തൃത്വത്തിൽ ഏകൻ എന്നൊക്കെ എനിക്കറിയാമായിരുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ സൺഡേ സ്കൂൾ ക്ലാസ്സിൽ മുതിർന്ന കുട്ടികളെ പരിചയപ്പെടുത്തി കൊടുത്തത് സൺഡേ സ്കൂളിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കി ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. കാറ്റിനെ നമുക്ക് കാണുവാൻ സാധിക്കില്ല, പക്ഷേ അനുഭവിക്കുവാൻ സാധിക്കും. അതുപോലെയാണ് പരിശുദ്ധാത്മാവ്. കാണുവാൻ സാധിക്കില്ല, എന്നാൽ അനുഭവിക്കുവാൻ സാധിക്കും എന്ന് ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. സത്യസന്ധമായി പറഞ്ഞാൽ, ഈ പരിശുദ്ധാത്മാവ് ദൈവവുമായിട്ട് വ്യക്തിപരമായ ഒരു അനുഭവം ഇല്ലാതെയും ഇനിയും അങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായാൽ അത് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലുമായിരുന്നു ഞാൻ അന്ന്. ചെറുപ്പകാലത്ത് VBS എന്ന സമ്മർ വെക്കേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. ജാതി മത ഭേദമന്യേ 500-ലധികം കുട്ടികൾ ആ വെക്കേഷൻ ക്ലാസ്സിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആ ക്ലാസ്സിൽ 9-ാം ദിവസം കുട്ടികൾക്കൊക്കെയും യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാനുള്ള ഒരു അവസരം കൊടുക്കുക പതിവായിരുന്നു. ഏകദേശം 11 വയസ്സ് പ്രായമുള്ളപ്പോൾ ഞാനും എഴുന്നേറ്റ് നിന്ന് എൻ്റെ യേശുവിനെ സ്വന്തം രക്ഷിതാവും നാഥനും കർത്താവുമായി സ്വീകരിച്ച് ജീവിതത്തിൽ ഞാൻ ടീച്ചർ ജോലി ചെയ്യുമെന്നും അതോടൊപ്പം തന്നെ കർത്താവിനെ സുവിശേഷിക്കുമെന്നും എഴുതി കൊടുക്കുകയുണ്ടായി.
അന്ന് ഞാൻ ആ പേപ്പറിൽ എഴുതി കൊടുത്തത്, കർത്താവ് അറ്റസ്റ്റ് ചെയ്യുകയും ഞാനൊരു ടീച്ചറായി തീരുകയും പറ്റുമ്പോഴൊക്കെയും ദൈവവേല ചെയ്യുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്യുന്നു. ഹല്ലേലൂയ. ഇതേ ക്ലാസ്സിൽ 5 ദിവസത്തെ ട്രെയിനിങ് എടുത്ത് ഒരു ഡയറക്ടർ പോസ്റ്റിൽ ഞാൻ ആ കുഞ്ഞുങ്ങളോട് സുവിശേഷം പറയുകയും 9-ാം ദിവസം അനേക കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് നിന്ന് കർത്താവിന് വേണ്ടി തങ്ങളുടെ ജീവിതം വിട്ടുകൊടുക്കുന്നതായി കാണുവാനും. ഹല്ലേലൂയ. ദിവസം അവിടുത്തെ ഒരു മുതിർന്ന അദ്ദേഹം പറഞ്ഞത്, ഒരു കൺവെൻഷൻ കൂടിയ അനുഭവമായിരുന്നു അത് എന്നായിരുന്നു. ഒക്കെയും സംഭവിച്ചത് പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ശക്തിയാലാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് എൻ്റെ സന്തത സഹചാരിയാണ് പരിശുദ്ധാത്മാവ് ദൈവമെന്ന് എനിക്ക് പറയുവാൻ സാധിക്കും. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ കാര്യങ്ങളിൽ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സാന്നിധ്യവും ഇടപെടലുകളും ഞങ്ങൾ അനുഭവിച്ചറിയാറുണ്ട്. ആമേൻ. അതേ പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സാന്നിധ്യം അത്രയും ടാഞ്ചിബിളാണ്, തൊട്ടറിയാവുന്ന സാന്നിധ്യമാണ്. ഹല്ലേലൂയ. നമുക്ക് സംസാരിക്കാം, നമ്മോട് സംസാരിക്കും. ഹല്ലേലൂയ. എങ്ങനെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുവദിച്ചു കൊടുക്കുമോ അതനുസരിച്ചിട്ടായിരിക്കും പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ. ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ ദൈവരാജ്യം എന്നുള്ളത് നാം സ്വർഗത്തിൽ ചെന്ന് അനുഭവിക്കുന്നതല്ല, ഈ ഭൂമിയിൽ തുടങ്ങി സ്വർഗത്തിൽ ചെന്ന് തുടരുന്നതാണ്. ആമേൻ. ദൈവം എവിടെ വസിക്കുന്നുവോ അവിടമാണ് സ്വർഗം. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 9-ാം വാക്യം പറയുകയാണ്, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന്. യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഏറ്റുപറയുന്ന ഒരു ദൈവ പൈതലിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ വാസം ആരംഭിക്കുകയായി. പരിശുദ്ധാത്മാവിൽ നിറയുകയെന്നാൽ ആത്മാവിൻ്റെ നിയന്ത്രണത്തിന് നാം കീഴടങ്ങുക എന്നാണ്. ക്രിസ്തീയ ജീവിതത്തിൽ ഇത് തുടർച്ചയായ ഒരു അനുഭവമാണ്. ആമേൻ. ആത്മാവിനാൽ നയിക്കപ്പെടാൻ തുടങ്ങുമ്പോഴുള്ള പ്രത്യേകതകൾ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. 19-ാം വാക്യം പറയുകയാണ്, ജഡത്തിന്റെ പ്രവൃത്തികളായ ദുർനടപ്പ്, ദുഷ്കാമം, അശുദ്ധി, ആരാധന, ആഭിചാരം, പക, പിണക്കം, അസൂയ, ജാരശങ്ക, ക്രോധം, കാഠ്യം, ദ്വന്ദ്വപക്ഷം, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് എന്നു വെളിവാകുന്നു. പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് വചനം പറയുന്നു. 22-ാം വാക്യം പറയുകയാണ്, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം, ദയ, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നിവയാകുന്നു എന്ന്. ഈ വകയ്ക്ക് വിരോധമായി മറ്റൊരു പ്രമാണവുമില്ല എന്ന്. ഹല്ലേലൂയ. അതായത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ ഫലങ്ങൾ പരിശുദ്ധാത്മാവിലുണ്ട് എന്ന്. ആമേൻ. നമുക്ക് സ്നേഹം കൊടുക്കുവാൻ സാധിക്കണമെങ്കിൽ, സന്തോഷമുണ്ടാകണമെങ്കിൽ, സമാധാനം, മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ പറ്റണമെങ്കിൽ, നമ്മെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, പരോപകാരം ചെയ്യുവാൻ സാധിക്കണമെങ്കിൽ, ഉണ്ടാകുവാൻ, വിശ്വസ്തനാകുവാൻ, സൗമ്യനായ ഒരു വ്യക്തിയായി തീരണമെങ്കിൽ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ ജയിക്കുവാൻ സാധിക്കണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാതെ, ആ ഫലങ്ങളില്ലാതെ നമുക്ക് സാധിക്കത്തില്ല. ഹല്ലേലൂയ. നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്ത നമ്മുടെ സ്വഭാവങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ, ഇന്ദ്രിയങ്ങളെ ജയിക്കുവാൻ ഈ പരിശുദ്ധാത്മ ശക്തിയാൽ നമുക്ക് സാധിക്കുമെന്ന്. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ നിത്യജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നുവെന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആമേൻ. നമ്മെ നിയന്ത്രിച്ച് നടത്തുവാൻ, സകല സത്യത്തിലും നമ്മളെ വഴി നടത്തുവാൻ, നമ്മെ ഉപദേശിക്കുവാൻ, നമ്മെ ആശ്വസിപ്പിക്കുവാൻ. ഹല്ലേലൂയ. ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്ത ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന സമ്മാനമാണ് പരിശുദ്ധാത്മാവാം ദൈവം. എത്ര പേർ വിശ്വസിക്കുന്നു? എൻ്റെ ജീവിതത്തിൽ പല അനുഭവങ്ങളിലൂടെ ഈ കാലയളവിലൊക്കെയും ഞാൻ കടന്നു പോകേണ്ട വന്നിട്ടുണ്ട്. ഇതിനെ മറികടക്കുമെന്ന് ഞാൻ ആലോചിച്ചിരുന്ന സമയങ്ങളുണ്ട്. അനുഭവം പറയാം. ഞങ്ങൾക്ക് തനിയെ ഫേസ് ചെയ്യാൻ പറ്റാത്ത ഒരവസരത്തിലൂടെ, ഒരു സാഹചര്യത്തിലൂടെ ഞങ്ങൾ കടന്നു പോവുകയുണ്ടായി. ഞാനിങ്ങനെ വന്ന് കട്ടിലിരിക്കുകയാണ്. ആരോടാണ് ഇതൊന്ന് ഷെയർ ചെയ്യുക? പെട്ടെന്ന് ഞാനൊരു ശബ്ദം കേൾക്കുകയാണ്, എന്നോട് പറയാനാണോ നീ നമ്പർ തിരയുന്നത് എന്ന്. പറഞ്ഞാൽ ഞാൻ ആ കട്ടിലിരുന്ന് ചിരിച്ചുപോയി. ദേ ദൈവ പൈതലേ, നമ്മുടെ ഹൃദയത്തിലെ ഞരക്കത്തെ പോലും തിരിച്ചറിയുന്ന പരിശുദ്ധാത്മാവാം ദൈവം. നമ്മുടെ കണ്ണുനീരിനെ മറികടന്നു പോകുന്ന ഒരു ദൈവത്തെ അല്ല നാം വിളിക്കുന്നത്. കാരണം നമുക്ക് വേണ്ടി പഴി, നിന്ന, പരിഹാസം, വറടികളാൽ ശരീരം മുഴുവൻ കീറി നുറുങ്ങി രക്തം വാർന്ന്, തലയിൽ മുൾക്കിരീടം വെച്ച്,
ചുമന്ന് നാലാണികളാൽ മണിക്കൂറുകൾ കുരിശിൽ തൂങ്ങിക്കിടന്ന് കഠിനമായ മരണവേദനയിലൂടെ താൻ കടന്നുപോയിട്ട് നമ്മെ ഉപേക്ഷിച്ച് കളയുമോ? ഈ ലോകത്തിൽ ചെറുതും വലുതുമായ കാര്യങ്ങളെ നാം അഭിമുഖീകരിക്കുമ്പോൾ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാണത്യാഗം ചെയ്തവൻ കല്ലറയിൽ ഉറങ്ങിയല്ല, മരണപാശങ്ങളെ പൊട്ടിച്ച് ഉയർത്തെഴുന്നേറ്റ് യേശു പിതാവിന്റെ സന്നിധിയിൽ കയറി ചെന്ന് അടുത്ത വിഷയമായ പരിശുദ്ധാത്മാവിനെ പിതാവിൽ നിന്ന് വാങ്ങി നമുക്ക് വേണ്ടി തന്ന് ഇന്ന് പിതാവിന്റെ സന്നിധിയിൽ താൻ മധ്യസ്ഥനായി ഉപവിഷ്ടനായിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. പിശാച് ശത്രു നമുക്കെതിരെ ഇവൾ പാപി ഇവൻ പാപി എന്ന് പറയുമ്പോൾ യേശു പിതാവിന്റെ സന്നിധിയിൽ എഴുന്നേൽക്കും. ഇവൻ ഞാൻ എൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ട എൻ്റെ പൊന്നോമന പുത്രൻ പുത്രി എന്ന് പറയും. ഹല്ലേലൂയ. കൊണ്ട് യേശു നമുക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവ് ഗൂഢശക്തിയായും വ്യക്തിത്വമില്ലാത്ത ശക്തിയായും അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വക്താവുമായി മാത്രം കരുതരുത്. പരിശുദ്ധാത്മാവ് ദൈവത്തിലെ മൂന്നാമത്തെ വ്യക്തിയാണ്. പിതാവിനും പുത്രനും തുല്യനായി താൻ ദൈവമാണ്. ഹല്ലേലൂയ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവൻ, ആരാധിക്കപ്പെടുകയും മഹത്വീകരിക്കപ്പെടുകയും ചെയ്യുന്നവൻ, പ്രവാചകന്മാരാൽ സംസാരിക്കപ്പെട്ടവൻ, സർവ്വവ്യാപിയാണ്, സർവ്വജ്ഞാനിയാണ്, നിത്യനാണ്. ഹല്ലേലൂയ. ഈ ദൈവവുമായി പരിശുദ്ധാത്മാവ് ദൈവവുമായി കൂട്ടായ്മ ആചരിക്കുവാൻ നാം ആഗ്രഹിക്കുക. ഓരോ ദിനവും പരിശുദ്ധാത്മാവിൽ നിറയുവാൻ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ സാന്നിധ്യത്തെ ചുമന്നുകൊണ്ട് നടക്കുവാൻ ഭാഗ്യം കിട്ടിയവരാണ് നാം ഓരോ വിശ്വാസിയും. ആമേൻ. ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്ത ഇത്രയും പ്രഷ്യസായ അതിമഹത്തായ ഈ സമ്മാനത്തെ, പരിശുദ്ധാത്മാവാൻ ദൈവത്തെ നാം അവഗണിച്ച് കളയരുത്. ഒരു ദോഹയുണ്ട് കബീർദാസിന്റെ, കസ്തൂരി കുണ്ടലി ബസേ ബെൻമാഹി ഐസേ ഖഡ് ഖഡ് ഈശ്വർ ഹേ ദേഖേ നഹി. എന്നാൽ കസ്തൂരി മൃഗം എന്ന ഒരു തരം മാനുണ്ട്. ഉള്ളിൽ കസ്തൂരിയുണ്ട്, എന്നാൽ അത് തിരിച്ചറിയാതെ അത് കാടുകളിലൊക്കെയും ആ സുഗന്ധത്തെ തിരിഞ്ഞു നടക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ നിറയപ്പെടുവാൻ, പരിശുദ്ധാത്മാവാൻ ദൈവത്തിന്റെ സാന്നിധ്യത്താൽ നിറയപ്പെടുവാൻ ഓരോരുത്തർക്കും ഇടവരട്ടെ. അങ്ങനെ ഈ ലോകത്തിൽ മാത്രമല്ല പരലോകത്തിൽ ഒരു നിത്യതയെ അവകാശമാക്കുവാനും ക്രിസ്തുവിലൂടെ നമുക്ക് സാധിക്കും. അങ്ങനെ ഈ ലോകത്തിൽ മാത്രമല്ല പരലോകത്തിൽ ഒരു നിത്യതയെ അവകാശമാക്കി തീർക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവം എന്ന വാഗ്ദത്തത്തെ ദൈവം നമുക്ക് സമ്മാനമായി വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. ആമേൻ. ഈ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സഹായത്താൽ ഒരു സുഖകരമായ ക്രിസ്തീയ ജീവിതമല്ല, ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊണ്ട് രക്ഷിക്കപ്പെട്ട ദൈവ പൈതലെ ധൈര്യമായിരിക്കൂ. പരിശുദ്ധാത്മാവാം ദൈവം നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുന്നു, നമ്മോടൊപ്പമുണ്ട്. വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.